ഡോക്ടർ, എനിക്കൊരു സ്ലിമ്മർ ആയിട്ടുള്ള തിന്നർ ആയിട്ടുള്ള ഒരു ജോ ലൈൻ വേണം, നല്ലൊരു ജോ ലൈൻ ഷേപ്പും കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലയൻസ് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും, ഒരു 30s 20s 30s 40s ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും കൂടുതൽ ആവശ്യപ്പെടുന്നത്. എനിക്ക് നല്ലൊരു ജോ ലൈൻ വേണം എന്നുള്ളത്. ഈ ഒരു പ്രശ്നത്തിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു കവിളിന്റെ ഈ ഒരു ഭാഗത്തെ ഫാറ്റ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ അതിനെ ബക്കൽ ഫാറ്റ് എന്നാ വിളിക്കുക. ആ ബക്കൽ ഫാറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഈസിലി പോസിബിൾ ആണ്. ഒരു സിംഗിൾ ഡേയിലുള്ള ഒരൊറ്റ പ്രൊസീജിയർ ആണ്. വായിന്റെ അകത്തിൽ കൂടെയാണ് അതിന്റെ സ്കലകളും കാര്യങ്ങളും ഉണ്ടാവുക. ഒരു 15 മിനിറ്റ്സിനകത്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഓഫീസ് പ്രൊസീജിയർ ആണ്. ചില ആൾക്കാർക്ക് അത് മതിയാവത്തില്ല. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്തെ ഫാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ പ്രോമിനൻസ് ആയിരിക്കും കൂടുതൽ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ മസിൽ കുറച്ച് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ടായിരിക്കും. ആ മസിലിന്റെ സൈസ് കുറയ്ക്കാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. അത് എടുത്തത് കാരണം കൊണ്ടും അവിടെ ഒരു സ്ലിമ്മിങ് എഫക്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ജോ ലൈൻ ഡിഫൈൻഡ് ആവാത്തതിന്റെ കാരണം വെച്ചാൽ ഇവിടെ ഡബിൾ ചിൻ ഉള്ളത് കാരണം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഡബിൾ ചിൻ ചിലപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ കൂട്ടത്തിൽ അത് ശരിയാവുള്ളൂ. ഏത് പ്രൊസീജിയറാണ് നിങ്ങൾക്ക് വേണ്ടി വരിക എന്നുള്ളത് നമുക്ക് എക്സാമിനേഷനിലൂടെ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം. ചിലപ്പോൾ ഇത് 3 ചിലപ്പോൾ വേണ്ടി വരും. ചില ആൾക്കാർക്ക് ഒരു 2 അല്ലെങ്കിൽ 1 ചിലപ്പോൾ മതിയാവുള്ളായിരിക്കും. പക്ഷെ ഏതാണ് നിങ്ങളുടെ ആപ്റ്റായിട്ട് ഉചിതമായിട്ട് വരുന്ന പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ട് ചെയ്താലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു പെർഫെക്റ്റ് ജോ ലൈൻ കിട്ടത്തുള്ളൂ.